ബഹളത്തിനും തർക്കങ്ങൾക്കുമിടയിലൂടെ കയ്യേറ്റമൊഴിപ്പിക്കൽ യാഥാർത്ഥ്യമാകുമോ? കോൺഗ്രസ് എന്ന ഉമ്മാക്കി കാട്ടി ആരും വിരട്ടേണ്ടെന്ന് CPM-ന് CPI-യുടെ മുന്നറിയിപ്പ്. ടാറ്റ മൂന്നാറിൽ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കുക തന്നെ വേണം. കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടിയുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകുമ്പോൾ പൊതുപ്രവർത്തകർ അവരെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കരുത്. M.M. മണി വിഷയം CPM-ന്റെ ആഭ്യന്തര കാര്യമാണെന്നും അഭിപ്രായ പ്രകടനത്തിലില്ലെന്നും കാനം പറഞ്ഞു. BJP-ക്കെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഐക്യനിരയുണ്ടാക്കാനെന്ന പേരിൽ കേരളത്തിൽ കോൺഗ്രസുമായി അടുക്കാനാണ് CPI ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെയും CPM-നെയും CPI തെരഞ്ഞുപിടിച്ച് വിമർശിക്കുന്നതെന്നുമായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. 3 ദിവസത്തെ CPI നേതൃയോഗങ്ങൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി. കോൺഗ്രസ് ഉമ്മാക്കി കാട്ടി ആരും വരേണ്ട. കോൺഗ്രസുമായിട്ടൊക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടികളുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ സ്പീക്കറായി പ്രവർത്തിച്ചവരുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഉമ്മാക്കിയൊന്നും ഞങ്ങളെ പേടിപ്പിക്കും. ടാറ്റയുടെ കയ്യേറ്റത്തെ അനുകൂലിച്ച് LDF യോഗത്തിൽ കാനം രാജേന്ദ്രൻ നിലപാടെടുത്തു എന്ന വിമർശനത്തിനും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. ടാറ്റ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ടാറ്റയുടെ കയ്യേറ്റത്തിനെതിരെ ആദ്യം നടപടിയെടുത്തത് CPI മുഖ്യമന്ത്രി C. അച്യുതമേനോനാണ്. ടാറ്റയുടെ കയ്യിലുള്ള ഭൂമി 1 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ കയ്യേറ്റം ഉണ്ട്, ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് CPI-യുടെ അഭിപ്രായം. M.M. മണിക്കെതിരായ നടപടി സംബന്ധിച്ച ചോദ്യത്തിന് കാനത്തിന്റെ മറുപടി ഇങ്ങനെ: ഇതെല്ലാം ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ 4 മന്ത്രിയുടെ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയില്ലേ? അതൊക്കെ ഒരു മുന്നണി സംവിധാനത്തിൽ ചേർന്നതല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ നോ കമന്റ് എന്ന് ഞാൻ പറഞ്ഞു. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഉദ്യോഗസ്ഥരെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന സമീപനം പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കാനം പരോക്ഷ മറുപടി നൽകി. ഇന്ന് നടന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. M.M. മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മണിയെ ശാസിച്ച പാർട്ടി നടപടി നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണെന്നും കോടിയേരി വ്യക്തമാക്കി. പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചതിനാണ് മണിക്കെതിരായ നടപടിയെന്നാണ് CPM വിശദീകരണം. മുതിർന്ന നേതാവായിട്ടും ഇക്കാര്യത്തിൽ M.M. മണിക്ക് വീഴ്ച പറ്റി. എന്നാൽ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റേണ്ട സാഹചര്യമില്ല. മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റേണ്ട വിധത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് പാർട്ടി വിലയിരുത്തിയിട്ടില്ല. ഏത് പ്രശ്നം വന്നാലും മന്ത്രി രാജിവെക്കണമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ UDF-ന്റെ ഒരു ഡിമാൻഡാണ്. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അംഗീകരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി നേതാക്കൾക്കുള്ള മുന്നറിയിപ്പായി M.M. മണിക്കെതിരായ നടപടിയെ CPM സെക്രട്ടറി വിശദീകരിക്കുന്നു. പാർട്ടി നടപടി ഉണ്ടായിട്ടും M.M. മണിയുടേത് ഗ്രാമ്യ ശൈലിയാണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ല എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ: അല്ല, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയെ സംബന്ധിച്ച് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിപ്പോ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പലയാൾക്കും പലതും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ അസംബ്ലിയിൽ തന്നെ കണ്ടില്ലേ, പെൺപിള്ളെ ഒരുമേ എന്ന് പറഞ്ഞൊരു നേതാവ് പറഞ്ഞത് പെൺപിള്ള എരുമ. ഉടനെ സ്ത്രീകളെ എരുമ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണോ? മണിയുടെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന സമരങ്ങളെയും CPM തള്ളിക്കളയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം, ഇടുക്കി. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ വേഗത്തിലാകുമോ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. CPI നേതാവ് ശ്രീ പ്രകാശ് ബാബു തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ S. രാജേന്ദ്രൻ MLA CPM നേതാവ്, അദ്ദേഹം മൂന്നാറിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ശ്രീ ഹരീഷ് വാസുദേവൻ കൊച്ചിയിലും ശ്രീ NP ചേക്കുട്ടി കോഴിക്കോടുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഹരീഷ് വാസുദേവൻ, മൂന്നാറിലേക്ക് വന്നാൽ ഇന്ന് ദേശാഭിമാനി ദിനപത്രത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിൽ ഒരൊറ്റ കയ്യേറ്റക്കാരനെ മാത്രമേ പേരെടുത്ത് പറയുന്നുള്ളൂ. അത് ടാറ്റയെയാണ്. ടാറ്റ മൂന്നാറിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള പല ഭാഗവും ടാറ്റ കമ്പനി വിൽപ്പന നടത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ ഭൂമി ഇടപാടുകളെ പറ്റിയുള്ള നിയമപരിശോധനയും നടപടിയും ആവശ്യമാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണ ലേഖനത്തിൽ പറയുന്നു. CPI സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം CPIയോട് ഒരു ആനുകൂല്യം ടാറ്റയുടെ ഒരു ആനുകൂല്യവും ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. ടാറ്റയിൽ നിന്ന് 1,37,000 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചത് ഞങ്ങളുടെ സർക്കാരുകളുടെ കാലത്താണ്, മന്ത്രിമാരുടെ കാലത്താണെന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ ചർച്ചയാവുകയും ഒഴിപ്പിക്കൽ യാഥാർത്ഥ്യമാകുമെന്ന് സർക്കാർ ഭാഗങ്ങൾ നേതാക്കൾ അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടാറ്റയുടെ പേര് ചർച്ചകളുടെ കേന്ദ്രസ്ഥാനത്ത് വരേണ്ടുന്ന ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ചെയ്യുക കയ്യേറ്റമൊഴിപ്പിക്കലിന്? സനീഷ്, ഇന്ന് ദേശാഭിമാനി ഇത് ഉന്നയിക്കുന്നത് വരെ, അഥവാ ഇന്നലെ സംസ്ഥാന സമിതിയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് വരെ മൂന്നാറിൻ്റെ ഈ ഓപ്പറേഷനിൽ ടാറ്റയുടെ പേരില്ല.
നമുക്കറിയാം മൂന്നാർ തുടങ്ങിയത് ടാറ്റ 50,000 ഏക്കർ കയ്യേറി എന്ന അന്നത്തെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷമാണ്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ മൂന്നാർ ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഒന്നാം മൂന്നാർ ഓപ്പറേഷനിൽ ആദ്യം ലക്ഷ്യമിട്ടത് ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കലാണ്. കണ്ണൻദേവൻ ഹിൽ വില്ലേജിൽ ചെന്ന് നോക്കിയപ്പോൾ 1,23,000 ഏക്കർ ഉള്ള ഭൂമിയിൽ ചെന്ന് നോക്കിയപ്പോൾ 4ാം ക്ലാസ്സിൽ കണക്ക് പഠിച്ച മുഴുവൻ ആളുകളും കയ്യിൽ കണക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം 22,200 ഏക്കർ മാങ്കുളത്തും അത്ര തന്നെ ഇരവികുളം നാഷണൽ പാർക്കിനും ഒഴിച്ചു മാറ്റി നിർത്തിയാൽ 57,200 ഏക്കർ ടാറ്റയ്ക്കും നേരത്തെ ഗ്രാന്റ് കൊടുത്തത് മാറ്റി നിർത്തിയാൽ കേവലം 3,000-4,000 ഏക്കർ മാത്രമേ അവിടെ കയ്യേറ്റ സാധ്യമായിട്ടുള്ളൂ. 17,490 ഏക്കർ സംസ്ഥാന സർക്കാരിന് നിക്ഷിപ്തമാക്കേണ്ട വനഭൂമി കഴിച്ചാൽ ആ വനഭൂമി ടാറ്റ കയ്യേറി വെച്ചിരിക്കുന്നു എന്നായിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തെ ആക്ഷേപം. എന്താ ചെയ്തത്? സർക്കാർ പോയി 17,400 ഏക്കർ ഭൂമി പിടിച്ചെടുത്തു. അത് ശ്രീ ബിനോയ് വിശ്വം വനം വകുപ്പ് അത് വനമേഖലയായി വിജ്ഞാപനം ചെയ്തുകൊണ്ടാണ് ആ സർക്കാർ പുറത്തിറങ്ങിയത്. ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന രണ്ടാമനായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ കോടിയേരി ഉന്നയിക്കുന്ന ഈ ടാറ്റ വാദം രേഖകൾ പ്രകാരം, നമുക്ക് മുമ്പിലുള്ള തെളിവുകൾ പ്രകാരം, കോടതിയിലുള്ള റെക്കോർഡ്സ് പ്രകാരം ടാറ്റ കയ്യേറി എന്ന് 1% പോലും പറയാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ എൻ്റെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മൂന്നാറിൽ കയ്യേറ്റം നടത്തിയ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കുമെന്ന സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്കും മൂന്നാറിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അഥവാ അതേവരെ പ്രൊമോട്ട് ചെയ്യുന്ന CPIക്കും ഇടയിൽ ഒരു പുതിയ പ്രതിബന്ധം കൂടി സൃഷ്ടിച്ച് ഇതെങ്ങനെയെങ്കിലും അട്ടിമറിച്ച് കളയാം എന്ന CPMന്റെ വ്യാമോഹമാണ്. അതിലെ അവസാനത്തെ തുറുപ്പ് ചീട്ടാണ് ടാറ്റ. ആദ്യം മുതൽ ചീട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ കിട്ടിയതായിരുന്നു പാപ്പാത്തിച്ചോലയിലെ കുരിശിന്റെ കേസ്. കേരളത്തിലെ ഒരു വിശ്വാസിക്കും ഇല്ലാതിരുന്ന ആക്ഷേപം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും അതടക്കം കേരള സമൂഹം തള്ളിക്കളയുകയും പൊളിഞ്ഞു പോവുകയും ചെയ്തു ആ വാദം. ഇപ്പോൾ കയ്യേറ്റക്കാരുടെ മീറ്റിംഗ് വിളിക്കാൻ പോവുകയാണ് മെയ് 7-ാം തീയതി. നടക്കട്ടെ. പക്ഷേ ടാറ്റയെ ഇപ്പോൾ അവസാന നിമിഷം ഈ വാദത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇനി ഈ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി നടത്തുന്ന റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അവിടെ കയ്യേറ്റം നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നിയമലംഘനം നടത്തി റിസോർട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള CPIയുടെയും ഉൾപ്പെടെ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ CPMന്റെ കൺമുമ്പിലാണ് ഈ റിസോർട്ടുകൾ മുഴുവൻ കൂണുപോലെ മുളച്ചു പൊന്തിയത്. ഈ റിസോർട്ടുകളെ ഒഴിപ്പിക്കും എന്ന ഘട്ടം വന്നപ്പോൾ പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റക്കാർക്ക് ഉൾപ്പെടെ വേണ്ടി ദേശാഭിമാനി സംസാരിച്ചു തുടങ്ങുകയാണ്. അതാണ് ഇവിടെ മറ്റു ചില കയ്യേറ്റക്കാർ കൂടി ഉണ്ട് എന്ന നിലപാടിലേക്ക് CPM പോകുന്നത്. അതാണ് ശ്രീ പ്രകാശ് ബാബു. ഇന്നിപ്പോൾ ഈ ആക്ഷേപത്തിന് അല്ലെങ്കിൽ ഇതൊരു വിമർശമായിട്ട് ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കാനം രാജേന്ദ്രന് പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വന്ന് ഞങ്ങൾ ടാറ്റയ്ക്കൊപ്പമല്ല എന്ന നിലപാട് പ്രഖ്യാപിക്കേണ്ടതായി വരുന്നുണ്ട്. 1,37,000 ഏക്കറോളം ഭൂമി ഞങ്ങളുടെ കാലത്താണ് പിടിച്ചെടുത്തത്. ടാറ്റയ്ക്കെതിരായിട്ടുള്ള ടാറ്റയിൽ നിന്നടക്കം ടാറ്റയോട് ആനുകൂല്യം മനോഭാവം ഉണ്ടാകേണ്ടുന്ന ഒരവസ്ഥയും ഞങ്ങൾക്കില്ല എന്നതടക്കമുള്ള നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാർ കയ്യേറ്റമൊഴിപ്പിക്കലുമായി മുന്നോട്ടു പോകും എന്ന് ഇരു പാർട്ടികളും അവരവരുടേതായ വിധത്തിൽ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഈ വരുന്ന ടാറ്റയുടെ പേര്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നത് ഗുണം ചെയ്യുമെന്ന് താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇതിലെ 1-2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ടാറ്റയുടെ കൈവശം അധികമായി 1 ഇഞ്ച് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നതിനെ CPIയോ AITUCയോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയും ഒരു വ്യക്തിയും എതിരല്ല എന്ന് ആദ്യമേ വ്യക്തമാക്കിക്കൊള്ളട്ടെ. രണ്ടാമത്തെ വിഷയം, ഈ മൂന്നാർ ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ സംഭവം ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പ്രാദേശികമായ ചില നേതാക്കളുടെ കൂടി സഹായത്തോടു കൂടി റോഡിൻ്റെ സൈഡിലായി 10 സെൻറ്റ് സ്ഥലം കയ്യേറുകയും അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ, ഒരു ഷെഡ് നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. അത് പൊളിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ, അവിടുത്തെ ദേവികുളം സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേരെ അധിക്ഷേപങ്ങൾ പറയുകയും പോലീസുകാരെ തള്ളിയിടുകയും ചെയ്യുന്ന ചിത്രമെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ സംഭവമായിരുന്നു ഈ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടന കയ്യേറി വെച്ചിരുന്ന ഷെഡുകളും അവർ മറയായി ഉപയോഗിച്ചിരുന്ന കുരിശും അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയ സംഭവം. ഈ 2 സംഭവം ഉണ്ടാകുമ്പോഴും
സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ചില ആളുകൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായി ഭീഷണി മുഴക്കുകയും അവരെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഈ രണ്ട് സന്ദർഭം നടക്കുമ്പോഴും അതിനുശേഷവും റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതര നേതാക്കളുമെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു, മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഞങ്ങൾ ഒഴിപ്പിക്കുക തന്നെ ചെയ്യും എന്ന്. ആ ഒഴിപ്പിക്കൽ നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ടാറ്റയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ കാനം പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കാനം അത് പറഞ്ഞത്. പറഞ്ഞതുപോലെ ടാറ്റയുടെ കയ്യിൽ 1 ഇഞ്ച് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. ഇവിടെ കയ്യേറ്റങ്ങളും ടാറ്റയുടെ കൈവശമുള്ള ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ടാറ്റയുടെ കയ്യിൽ ഈ പറയുന്ന ഭൂമി ഉണ്ട് എന്ന് പറയുന്നത് അത് 1971 കേരള നിയമസഭ പാസാക്കിയ കണ്ണൻദേവൻ ഹിൽസ് റിസംപ്ഷൻ ഓഫ് ലാൻഡ് ആക്ട് എന്ന പേരിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 57,000-ഓളം വരുന്ന ഏക്കർ ഭൂമി ടാറ്റയ്ക്ക് അദ്ദേഹം തേയില കൃഷി ചെയ്തിരുന്ന കണ്ണൻദേവൻ, അന്ന് ടാറ്റ പൂർണ്ണമായിട്ടും ടാറ്റയുടെ ആയിട്ടില്ല, കണ്ണൻദേവൽ ടീ പ്രൊഡ്യൂസ് കമ്പനി എന്ന് പറയുന്ന കമ്പനി തേയില കൃഷി ചെയ്തിരുന്ന സ്ഥലം അവർക്ക് കൊടുക്കുകയും ബാക്കി 80,000-ലധികം വരുന്ന മൊത്തം 1,37,000-ഓളം ഏക്കർ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. ബാക്കി വരുന്ന മുഴുവൻ ഭൂമിയും ഗവൺമെൻറ്റിൽ വെസ്റ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ടാണ് ആ നിയമനിർമ്മാണം നടത്തിയത്. നമ്മുടെ മാട്ടുപേട്ടി ഫാമും അതോടനുബന്ധിച്ച് വരുന്ന സ്ഥലങ്ങളുമെല്ലാം മുമ്പ് കണ്ണൻദേവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. അതിൽ മഹാഭൂരിപക്ഷം സ്ഥലവും അന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുത്തു. കുറച്ച് സ്ഥലം ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇട്ടെങ്കിലും കേസുമൊക്കെ വന്നതുകൊണ്ട് വനം വകുപ്പിൻ്റെ കയ്യിലായി. അതിൽ നിന്നാണ് KLD ബോർഡിന് ഇൻഡോസിസ് പ്രോജക്റ്റ് നടത്തുന്നതിന് വേണ്ടി മാട്ടുപ്പെട്ടി ഫാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത്. അതുകൊണ്ട് 1971 C. അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിലാണ് ഈ 1,37,000-ഓളം ഏക്കർ ഭൂമി കണ്ണൻദേവൻ്റെ കൈവശമിരുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തത്. അത് നിയമനിർമ്മാണത്തിൽ കൂടിയാണ്. ആ നിയമനിർമ്മാണത്തിൽ കൂടി മഹാഭൂരിപക്ഷം വരുന്ന ഏക്കർ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കുകയും തേയില കൃഷി ചെയ്തിരുന്ന സ്ഥലം ടാറ്റയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പോൾ ടാറ്റയുടെ കൈവശമുള്ള ഭൂമി ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തേയില കൃഷി ചെയ്തിരുന്നതും അതിൻ്റെ ഫയർവുഡ് ഫ്യൂവലിന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആയി പറഞ്ഞിട്ടുള്ളത് വിട്ടുകൊടുത്തതാണ്. അത് നിയമപ്രകാരം അങ്ങനെ വരുന്ന ഭൂമിയാണ്. എന്നാൽ ഇവിടെ റവന്യൂ വകുപ്പ് ഇപ്പോൾ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതെല്ലാം അനധികൃതമായി ഒരു നിയമത്തിൻ്റെയും ഒരു ചട്ടത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കയ്യേറിയിട്ടുള്ള ഭൂമിയാണ്. നിയമരഹിതമായി കയ്യേറിയതായാലും നിയമപ്രകാരം വിട്ടുകൊടുത്തതിൽ അധികമുള്ളതായാലും ഗവൺമെന്റ് മറ്റു നിലപാടുകൾ താങ്കൾക്ക് കൂടെ അറിയാത്തതല്ല. ടാറ്റയോട് ഈ നിലക്ക് നിയമപരമായിട്ട് അവരുടെ കയ്യിലുള്ള ഭൂമി ബാക്കിയുള്ളത് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എങ്കിൽ ടാറ്റയോട് ചെന്ന് മുട്ടാൻ പോയാൽ ആകെ മൊത്തം ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ വന്നങ്ങ് ബ്ലോക്ക് ആവുക എന്നതാണ് ഉണ്ടാവുക എന്നത് ഈ സാഹചര്യങ്ങൾ അവർ ഇരുവരും പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാകാവുന്നതാണ്. ആ സാഹചര്യത്തിൽ മൂന്നാർ സത്യാനന്തരം എന്ന ലേഖനത്തിലും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിലും ഈ ടാറ്റയെ എടുത്ത് മുന്നോട്ട് വെക്കുന്നതിലൂടെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ തടസ്സപ്പെടുത്തുക പൂർണ്ണമായിട്ടും അതിനി ഈ നിലക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന CPM-ന്റെ ദുഷ്ടലാക്കുണ്ട് എന്ന് ആക്ഷേപിച്ചാൽ എന്തായിരിക്കും മറുപടി? എന്തിനാണ് ടാറ്റയെ ഈ സമയമല്ലാത്ത സമയത്തെടുത്ത് മുന്നോട്ട് വെക്കുന്നത്? അല്ല, അതുകൊണ്ട് മാത്രം റവന്യൂ താങ്കളോടല്ല അനധികൃത നടപടിയിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. ശ്രീ രാജേന്ദ്രൻ, താങ്കളോടാണ്. എന്തിനാണ് ടാറ്റയെ ഇപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് ആ കയ്യേറ്റങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്? അത് ഗുണം തന്നെയാണോ ചെയ്യുക? ഒരു കാര്യം പിന്നെ രണ്ടുപേരും പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഈ മേലിൽ അതായത് ഉന്നത തലങ്ങളിൽ നടത്തുന്ന ആശയ അഭിപ്രായ വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ടാറ്റയെ സംബന്ധിച്ച് 74 ലാൻഡ് ബോർഡ് അവാർഡിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. അതിൽ ഇപ്പോൾ ലാസ്റ്റിൽ സഹാവ് പറഞ്ഞതുപോലെയുള്ള ഒരു കണക്ക് ഫോറസ്റ്റിന് ഇവിടെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുത്തിട്ടില്ല KDH-ൽ. അതേ അവസരത്തിൽ ബിനോയ് വിശ്വം കുറച്ച് EFL ആയി ഡിക്ലെയർ ചെയ്തത് ചോല വനങ്ങൾ മാത്രമാണ്. അങ്ങനെ നിലനിൽക്കെ ഭൂമി ഇപ്പോഴും ഗവൺമെൻറ്റിൽ വെസ്റ്റഡാണ് മിച്ചഭൂമികളായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്
ഫോറസ്റ്റ് ഇത് നോക്കുന്നത് കൊണ്ടും ഫോറസ്റ്റ് എത്രത്തോളം ഈ ഭൂമികൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലേക്കാണ് പരിശോധന വേണ്ടത് വാസ്തവത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ടാറ്റയുടെ കയ്യിൽ ഭൂമിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോവുക. അക്കാര്യം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, 7 ഏക്കറോളം ഈ ഭൂമി അളവിൽ തന്നെ എററുണ്ട്. അളന്നു വന്നതിൽ തന്നെ 7 ഏക്കറുടെ വ്യത്യസ്തമായുള്ള സ്ഥിതിഗതികളുണ്ട്. അങ്ങനെ നിൽക്കെ ഇപ്പോൾ അത്തരത്തിൽ ഈ കയ്യേറ്റം ഒളിപ്പിക്കൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ടാറ്റയെ പറയുന്നത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ കരുതുന്നേക്കാൾ ഇത്രയേറെ ജീവനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ തൊഴിലാളികളായിട്ടുള്ളവർ ജീവിക്കുവാനുള്ള അവസരമായാണ് ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഈ രൂപത്തിലേക്ക് ഞങ്ങൾ ഉൾപ്പെടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ചെറുകിട ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു. ഇപ്പം പാപ്പാത്തിച്ചോലയിൽ പറഞ്ഞു, പാപ്പാത്തിച്ചോലയിൽ റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാണുകയും നോക്കുകയും 64ഉം 69ലും അവിടെ കുടിൽ കെട്ടിയിരിക്കുന്ന ആളുകളുടെ കുടിൽ വരെ പൊളിച്ച കാര്യമല്ല. ഇപ്പം ഇന്നലെ അവർ റവന്യൂ മന്ത്രിയെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയിൽ വസ്തുതാപരമായുള്ള കാര്യങ്ങളെല്ലാം ഒരു വശത്ത് നിലനിൽക്കുന്നു. കുരിശേ എന്ന് പറയുന്നതിന് അവരുടെ ഉടമ അവകാശത്തിൽ ആ ചുറ്റുവട്ടാരമെല്ലാം ഈ പറഞ്ഞ ആ സഭക്കാരുടെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് ദയവേത്. എന്തുകൊണ്ട്? ഇടുക്കി ജില്ലയിലുള്ള മലമുകളിലെല്ലാം ഇപ്പം മൂന്നാറിലെ മുസ്ലിം പള്ളിയുടെ നേരെ മണ്ടയ്ക്ക് മേളിൽ നിൽക്കുന്നത് കുരിശാണ്. അത് മല കയറാൻ വേണ്ടി എല്ലാ ദുഃഖവെള്ളിയിലേക്കും പോകുന്നവരും അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആകാം. അപ്പോൾ അത് അങ്ങനെ കാണുകയും ഒപ്പം ആ പരിസരത്ത് ഉണ്ടായിരുന്ന ഷെഡോ അല്ലെങ്കിൽ വീടോ 69ലോ 64ലോ അങ്ങനെയുള്ള ആളുകൾ അന്ന് മുതൽ ഉള്ള ആളുകളുടെ വീട് വരെ പൊളിച്ചത് എന്താണ്, ശരിയാണ്. അത് പൊളിക്കേണ്ടുന്ന കാര്യമില്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ശ്രീ രാജേന്ദ്രൻ, ഇവിടെ ദേവികുളത്തടക്കം അന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥർ ചെന്നു, അവിടെ പ്രശ്നമായി, പ്രാദേശികരായുള്ള ചില ആളുകളാണ് വന്നത്. പക്ഷേ അവിടുത്തെ പാർട്ടി തന്നെ CPM നേതൃത്വം തന്നെ ഇടപെട്ട് ഇത് കയ്യേറ്റമാണെന്ന് തിരിച്ചറിയുകയും അത് ഒഴിപ്പിച്ചു കൊള്ളാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുകയും ചെയ്തു. പ്രശ്നമുണ്ടാക്കരുത് എന്ന് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു എന്നാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ ഇതുപോലുള്ള തീരെ ചെറുതല്ലാത്ത കുടിയേറ്റക്കാരല്ലാത്ത കയ്യേറ്റക്കാർ അവിടെ ഉണ്ട് എന്നത് വസ്തുതയാണല്ലോ, എല്ലാവർക്കും അറിയാം. ഇവിടെ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും അതറിയാം. അത് റിസോർട്ട് ഉടമകളാണ്, മറ്റു തരത്തിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് വന്ന് ഈ 77 ശേഷം വന്ന് ഭൂമി കയ്യേറ്റം തന്നെ നടത്തി അവരവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആളുകളാണ്. അവരിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് പകരം അവരിലേക്ക് CPIയും റവന്യൂ വകുപ്പും അവരിലേക്ക് കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പിന്നീട് നിയമപ്രശ്നങ്ങളും മറ്റു കുരുക്കുകളും ഒക്കെ ഉണ്ടായേക്കാവുന്ന നമുക്ക് അത്തരം അനുഭവങ്ങളും ചരിത്രപരിചയവുമുള്ള ഈ ടാറ്റയെ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് എന്തിനാണ്? ടാറ്റയെ വിഷയത്തെ അങ്ങോട്ട് വെക്കുന്നത് CPIയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നത് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ലാത്തൊരു കാര്യമാണ്, അതിനു വേണ്ടി ഒരു തടസ്സമായിട്ട് ടാറ്റയെ ഉപയോഗിക്കുന്നു എന്ന് കാണണോ? ഞാൻ പറയാം. അതായത് ഈ താങ്കൾ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം കയ്യേറ്റത്തിൽ വരുന്ന ബഹുനില കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഹോട്ടൽ, ഇതൊന്നും ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പണിതിട്ടുള്ളത് ചിലതേ കാണുള്ളൂ. ബാക്കിയൊക്കെ ഹൈക്കോടതി അനുവാദമുള്ളതാണ്, അവരനുവദിച്ചിട്ടേ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ടാറ്റയുടെ പേര് മുമ്പോട്ട് വരുന്നത് എന്താ കാര്യം എന്ന് വരുന്നത്, ഈ ടാറ്റ പറയുന്നത് കൊണ്ട് ഒന്ന് ഇന്ന് വരെ ഒരു സർക്കാരും അതിൻ്റെ അവസാന ഘട്ടം കണ്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഒരു ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ടാറ്റയുടെ വിഷയം വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇവിടെ, അതുപോലെ തന്നെ വയനാടിൽ പോയാൽ വീരേന്ദ്രകുമാറിൻ്റെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ HML ഇങ്ങനെയെല്ലാം പോകുന്നതിൻ്റെ അളവും തിരിവും വസ്തുതാപരമായ കാര്യവും സർക്കാരിലെ റെക്കോർഡുകളും ഉദ്യോഗസ്ഥന്മാരുടെ സമീപനവും നിലപാടും എല്ലാം സങ്കീർണമായി എവിടെയെങ്കിലും കൊണ്ട് അത് നിർത്തും എന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഇവർ കയ്യേറ്റക്കാരാണ് അല്ലെങ്കിൽ ടാറ്റയുടെ കയ്യിൽ കയ്യേറിയ ഭൂമിയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഇന്ന് വരെ സാധിക്കാത്ത സാഹചര്യം എന്താ? അദ്ദേഹം പറഞ്ഞല്ലോ, KDHൽ ടാറ്റയുടെ സ്ഥലം പോയിട്ട് ബാക്കിയെല്ലാം ഫോറസ്റ്റ് നോക്കിക്കോളാൻ ഏൽപ്പിച്ചു. അവർ അതിനെ HLന് പാട്ടത്തിന് കൊടുത്തു. അതേ സമയത്ത് തന്നെ എൻ്റെ നേരിട്ട അനുഭവത്തിൽ ബയോഡൈവേഴ്സിറ്റി, അത് ഫോറസ്റ്റിൻ്റെ ആണല്ലോ, മുഖ്യമന്ത്രിയുടെ വകുപ്പിലുള്ള ബയോഡൈവേഴ്സിറ്റിക്ക് 100 ഏക്കർ സ്ഥലം എടുക്കാൻ 2014 മുതൽ ഈ 17 വരെ നടന്നിട്ടും റവന്യൂ വകുപ്പും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും
ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിലുള്ള സർക്കാരിന്റെ മിച്ചഭൂമി, ആ സർക്കാരുടെ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാൻ 2 കൊല്ലമായും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട്, സമീപനം എന്താണ്? ഇതിൽ രാഷ്ട്രീയക്കാരോ ഒരു ഗവൺമെന്റോ അല്ല ഈ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുള്ളത് കണ്ടെത്തുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഞാൻ കണ്ടെത്തി കൊടുത്ത ഭൂമി പോലും, പുറമ്പോക്കായ ഗവൺമെന്റ് ഭൂമി പോലും KDH വില്ലേജിൽ റവന്യൂ വകുപ്പും ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷവും ആ നിലയിൽ വേഗത പോയിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് ആ നിലയിൽ സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പം ആ നിലയിൽ എന്താണ് കാര്യങ്ങൾ സ്പീഡായിട്ടല്ല, വേഗത്തിലല്ല പോകുന്നതെന്ന അഭിപ്രായം അദ്ദേഹത്തിനുമുണ്ട്. നോക്കൂ, അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന CPM മനസ്സിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനവും ഈ ലേഖനവും വായിച്ചപ്പോൾ മനസ്സിലാക്കാനായത്, ഈ പറയുന്ന കയ്യേറ്റം ഒഴിപ്പിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, പട്ടയ വിതരണം നടത്തുക, ആളുകൾക്ക് ഭൂമി നൽകുക, ഭൂരേഖകൾ നൽകുക, അതിനുശേഷം ഈ പറയുന്ന നിയമങ്ങൾക്ക് പുറത്തുള്ള ആളുകളെ തരാതരം പോലെ പിടികൂടുക, കയ്യേറ്റം ഒഴിപ്പിക്കുക. പ്രാഥമികമായ പരിഗണന നൽകേണ്ടത് പട്ടയ വിതരണത്തിനാണ്. അതുവഴി വന്നുകൊള്ളും ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന CPMന്റെ ചിന്താഗതി, കോടിയേരി ബാലകൃഷ്ണന്റെ ചിന്താഗതി എത്രത്തോളം ശരിയായതാണ്? സനീഷ് ചോദിച്ച 2 ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈ ബഹുമാനപ്പെട്ട MLA മറുപടി പറഞ്ഞത്? എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തൊന്നും മനസ്സിലായില്ല. പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അതായത് പ്രത്യയശാസ്ത്രപരമായി പറയുമ്പോൾ ഒരു സിനിമയിൽ നമ്മളെല്ലാം കണ്ട സിനിമയിൽ പറയുന്നുണ്ട്, സഖാവെ വളരെ ലളിതമായിട്ട് പറയൂ, ടാറ്റ ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ഇത് കേരളത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യം ഇതാണ്. വളരെ ലളിതമായിട്ട് ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര ഏക്കർ? അവിടുത്തെ MLA ആണ് ശ്രീ രാജേന്ദ്രൻ. MLA ആയിട്ടുള്ള രാജേന്ദ്രൻ കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ എത്ര തവണയാണ് നിയമസഭയിൽ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ പ്രയോറിറ്റിയായി പറഞ്ഞത്? എനിക്കറിഞ്ഞുകൂടാ. 2, അവിടുത്തെ മറ്റ് കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ ശ്രീ രാജേന്ദ്രൻ എത്ര ചോദ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു? നമുക്ക് പരിശോധിക്കാം. 3, കേരള ഹൈക്കോടതിയുടെ പെർമിഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഒരു പെർമിഷനും ഒരു ലാൻഡും ഒരു കെട്ടിടവും ഉണ്ടാക്കാൻ വേണ്ട എന്നറിയാവുന്ന സാധാരണക്കാരാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. മൂന്നാമത്തെ കാര്യം, വസ്തുതാപരമായി അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. 17,400 ഏക്കർ ഭൂമി ഏറ്റെടുത്തത് വനഭൂമിയായി സംരക്ഷിക്കാൻ നോട്ടിഫൈ ചെയ്തു. EFL അല്ല. അദ്ദേഹത്തിന് EFL എന്താ, വനഭൂമി എന്താ, വിജ്ഞാപനം എന്താണെന്ന് അറിയില്ല. അത് അദ്ദേഹത്തിന്റെ ഗതികേടെന്ന് മാത്രമേ എനിക്ക്, കേരളത്തിലെ ജനങ്ങളുടെ ഗതികേടെന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹം ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പരസ്പരം ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കേൾക്കുക, അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഈ വിവരക്കേട് വിളിച്ച് പറയാനാണെങ്കിൽ പറ്റത്തില്ല. അയാൾക്ക് നേരെ ചൊവ്വേ വല്ല വർത്താനം പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. താങ്കളാണ് പറയുന്നത് എന്നാണ് ശ്രീ ഹരീഷ് വാസുദേവൻ പറയുന്നത്. വിവരക്കേടിന് മോശം അർത്ഥത്തിലല്ല, താങ്കൾക്ക് വേണ്ട വിവരമില്ലാതെയാണ് ഈ കാര്യങ്ങളിൽ എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത്. എനിക്ക് EFL അറിയാൻ മേലെന്നോ? താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തതയില്ലായ്മ പൊതുവിൽ മൂന്നാറിലെ ഭൂപ്രശ്നത്തിന് ആകെ തന്നെ ഉള്ളതുകൊണ്ട് ആണ് ഞാനത് ഒഴിവാക്കി അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അദ്ദേഹത്തിന് ആരോപണമുണ്ട്. ഞാൻ പറയാം, അത് പറയൂ. അല്ലല്ല, അങ്ങേർക്ക് ആരോപണമുണ്ടെങ്കിൽ അതിങ്ങനെയല്ല പറയേണ്ടത്. വിവരമുണ്ടോ, അല്ല MLA ആയിരിക്കാൻ എന്ത് യോഗ്യതയുണ്ടെന്നല്ല. ഈ പറയുന്ന വിവരമുള്ള ബുദ്ധിജീവിയായ ഇദ്ദേഹത്തിന് അറിയണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, എററായി തന്നെ 7 ഏക്കർ എററുണ്ട് ഈ അളവ് തിട്ടപ്പെടുത്തിയതിൽ. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലാൻഡ് ബോർഡ് അവാർഡ് സംബന്ധിച്ച് ഞാൻ വ്യക്തമായി പറയുമ്പോൾ EFLും ESAയും ESEറ്റും തിരിച്ചറിയുന്ന സാഹചര്യത്തിലും ബിനോയ് വിശ്വം എന്ത് നോട്ടിഫൈ ചെയ്തു എന്ന് ഞാൻ പറയുന്ന അവസരത്തിലും വ്യക്തത ഉണ്ടായിട്ടല്ല. ചുമ്മാ പുകമറ സൃഷ്ടിക്കരുത്. നിങ്ങൾക്ക് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ നിർത്തിക്കോളാം. അപമാനം വിചാരിക്കേണ്ടതില്ല ശ്രീ എസ് രാജേന്ദ്രൻ, അപമാനം വിചാരിക്കേണ്ടതില്ല. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. ഞാൻ പറയട്ടെ, ഒരു കാര്യം കേൾക്കൂ. അതായത് അദ്ദേഹം ചോദിച്ചതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ചോദ്യം, ഇവിടെ കയ്യേറ്റം നടത്തി ടാറ്റ, മറ്റുള്ളവർ കയ്യേറ്റം നടത്തി എന്ന ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വെക്കുമ്പോൾ കേൾക്കൂ, എത്ര തവണ നിങ്ങളടക്കമുള്ള ആളുകൾ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി എനിക്ക് തോന്നി. അതായത് നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ വാചാലമായി സംസാരിക്കുന്നുണ്ട്. ഇതൊരു പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഈ പ്രശ്നം ഒന്ന് തീർത്തു തരണം എന്ന് എത്ര തവണ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യമായി ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്ന നിലയിലുള്ള ബോധമുണ്ട്. ബോധം
നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹൈക്കോടതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഹൈക്കോടതി അനുവാദം തന്ന് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാവോ? അത് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ വാസുദേവനെ ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ വികാരപരമായി പെരുമാറുന്നത്. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ഈ നിയമസഭ വന്നതിന് ശേഷം കഴിഞ്ഞ നിയമസഭ, അതായത് പിണറായി മുഖ്യമന്ത്രിയായി വന്ന നിയമസഭയിലെ കഴിഞ്ഞ സഭ നടക്കുന്ന സമയത്തിൽ എൻ്റെ പ്രസംഗം എല്ലാം എടുത്ത് നോക്കാൻ പറയും ഈ വാസുദേവനെ. എന്നിട്ട് അയാൾക്കറിയാം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന്. വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഈ വാസുദേവന് മനസ്സിലായില്ലെങ്കിൽ അത് എനിക്ക് ആശയമൊന്നുമില്ല. ചിലപ്പം എല്ലാവർക്കും അങ്ങനെ ബോധ്യപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനത്ത് ഉടനീളം ഞാൻ തിരിച്ചു വരാം ശ്രീ രാജേന്ദ്രൻ താങ്കളിലേക്ക്. ഈ ചർച്ച വ്യക്തിപരമായി പോകേണ്ടതില്ല. എന്റെ വാക്കുകൾ വ്യക്തിപരമല്ല. അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്റെ വാക്കുകൾ വസ്തുതാപരമാണ്. ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ സനീഷ്, നാളിതുവരെ ജില്ലയിലെ CPM-ന് ടാറ്റയുടെ ഭൂമി കയ്യേറ്റമായിരുന്നില്ല പ്രശ്നം. അവിടെ ഏതെങ്കിലും റിസോർട്ട് കയ്യേറ്റം നടത്തിയതായി ജില്ലാ കമ്മിറ്റി എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കുകയോ അവിടെ സാധാരണക്കാരായ കുടിയേറിയ ആളുകളുടെ പോലും കരിനിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള കയ്യേറ്റങ്ങൾ അവിടെ നടക്കുന്നതിനെതിരായി പ്രത്യക്ഷ സമരം നയിക്കുകയോ ചെയ്തിട്ടില്ല. ഇടുക്കി ജില്ലാ കമ്മിറ്റിയോ CPM സംസ്ഥാന നേതൃത്വമോ ഒരു തരത്തിലും ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരായി നാളിതുവരെ സമരങ്ങൾ നടത്തുകയോ നിലപാടുകൾ സ്വീകരിക്കുകയോ കോടതിയിൽ പോവുകയോ മറ്റേതെങ്കിലും തരത്തിൽ ക്യാബിനറ്റ് തീരുമാനമോ എടുത്തിട്ടില്ല. എന്തിന് ഈ സർക്കാർ വന്ന ശേഷം VS ഒന്നാം മൂന്നാർ ഓപ്പറേഷൻ നടത്തിയത് ഒരു ക്യാബിനറ്റ് തീരുമാനത്തോടുകൂടിയായിരുന്നു. ഈ സർക്കാർ വന്ന ശേഷം പോളിസി തീരുമാനം എന്ന അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം പോലും എടുക്കുകയോ ജില്ലാ ഘടകത്തെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥർ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പിന്തുണയോടുകൂടി നടത്തിയ ഓപ്പറേഷന്റെ മേനിയാണ്, അതിന്റെ ബെനിഫിറ്റാണ് ഇന്നിപ്പോൾ ഗവൺമെന്റ് അനുഭവിക്കുന്നത്. ഞാൻ ഇതിന്റെ കൃത്യമായ വിഷയത്തിലേക്ക് വന്നാൽ, ടാറ്റ എന്ന ഇന്നുന്നയിച്ച വിഷയം കഴിഞ്ഞ 10-25 വർഷക്കാലമായി ഇടുക്കിയിലെ ഭൂമി രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി CPM ഉയർത്തിയിട്ടില്ല എന്നത് കാണാവുന്നതാണ്. അത് വസ്തുതാപരമായി നിലനിൽക്കില്ല എന്ന് CPM-ന് തന്നെ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം. ഇന്നിപ്പോൾ റിസോർട്ടുകൾക്കെതിരായി നിലപാട് വ്യക്തമാക്കിയപ്പോൾ, പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട MLA എന്താ പറഞ്ഞത്? 64-ൽ നടത്തിയ കയ്യേറ്റക്കാരാണ്, അവർക്ക് പട്ടയം കിട്ടാൻ യോഗ്യതയുണ്ടെന്നാണ്. ഇത് തന്നെയാണ് ഈ ചർച്ചിന്റെ ആളുകളും അവിടെ കയ്യേറിയ ആളുകളും പറഞ്ഞത്, ഞങ്ങൾ 60 വർഷം പഴക്കമുള്ള കുരിശാണെന്ന്. എന്ന് പറഞ്ഞാൽ പട്ടയമേള ഇപ്പോൾ നടത്തുന്നത് കയ്യേറിയ ആളുകൾക്ക് ഉൾപ്പെടെ ഇതിന്റെ മറവിൽ പട്ടയം കൊടുക്കാനാണ്. വേർതിരിച്ച് ആരൊക്കെയാണ് അവിടെ കുടിയേറിയ ആളുകൾ, അവർ മുഴുവൻ വാസ്തവത്തിൽ ഈ ചർച്ച കൊണ്ടുപോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക്കിക്കാർ 100% പട്ടയത്തിന് യോഗ്യരായ ആളുകൾ അവിടെയുണ്ട്. പുതിയ കയ്യേറ്റക്കാർ വരുന്നത് ഈ യഥാർത്ഥ കുടിയേറ്റക്കാർക്ക് പട്ടയം കിട്ടുന്ന പ്രശ്നത്തെ വഷളാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്നെക്കാളും സനീഷിനെക്കാളും, അതായത് എന്റെ മൂന്നാർ താല്പര്യം ഇത്രയേ ഉള്ളൂ. മൂന്നാറിലെ പുൽമേടുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ കൊച്ചിയിൽ കിടക്കുന്ന എനിക്കോ 10 ലക്ഷം മനുഷ്യർക്കോ കുടിവെള്ളം കിട്ടില്ല. പെരിയാർ ഉൾപ്പെടെ 3 നദികളാണ് പിറവിയെടുക്കുന്നത്. ഇത് ഒരു 3 ജില്ലയിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ മൂന്നാറിലെ ഭൂമി പ്രശ്നം, അവിടുത്തെ അത് അനുഭവിക്കുന്ന സാധാരണക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഓരോ കയ്യേറ്റങ്ങളും അവിടെ കുടിയേറിയ ആളുകൾക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. ആ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ആ കയ്യേറ്റത്തെ വേർതിരിക്കാൻ നാളിതുവരെ CPM-ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ പരാജയമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഹരീഷ് വാസുദേവൻ താങ്കളിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, ഞാൻ താങ്കളിലേക്ക് വരാം. ഈ വിഷയത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറിയതിനു ശേഷം ഒരു തവണ കൂടെ ശ്രീ പ്രകാശ് ബാബുവിലേക്ക് പോയ ശേഷം, ശ്രീ പ്രകാശ് ബാബു, ഈ പറയുന്ന ഹരീഷ് വാസുദേവൻ പ്രകടിപ്പിച്ച വികാരം അടക്കമുള്ള കാര്യങ്ങൾ താങ്കളുടെ പാർട്ടിക്കും നേതാക്കൾക്കും ഉണ്ട്. അവിടുത്തെ നിലപാടുകൾ അങ്ങനെയാണ്. അതായത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ വേഗത്തിലാക്കണം എന്ന നിലപാടുണ്ടല്ലോ. ഇപ്പോൾ നോക്കൂ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ സൗമ്യമായിട്ടുള്ള മനോഭാവം, നിലപാട് CPI സ്വീകരിച്ചതായാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? അതായത് CPM മുന്നോട്ട് വെക്കുന്ന ഈ പട്ടയ വിതരണം നടത്തുക, അതിനുശേഷം കയ്യേറ്റം ഒഴിപ്പിക്കൽ കാര്യങ്ങളിലേക്ക് പോവുക എന്നതാണ് ശരിയായ നിലപാട് എന്ന് CPI വൈകിയാണെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ടാണോ? CPIയുടെ നിലപാട് എപ്പോഴും സൗമ്യമായിട്ടുള്ളതാണ്. അതിലൊന്നും തെറ്റിദ്ധാരണ വേണ്ട. ഞങ്ങൾ അതിൽ തീരുമാനിച്ചിട്ടുള്ളതും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളതും LDF മുന്നണി തീരുമാനിച്ചിട്ടുള്ളതും ഒരു കാര്യമാണ്: അനധികൃതമായ കയ്യേറ്റം ഒഴിപ്പിക്കണം. അത് ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ നടപടികളുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിനെല്ലാ പിന്തുണയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൊടുക്കുന്നുണ്ട്. മുന്നണി എന്നുള്ള നിലയിലും ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിനുള്ള പിന്തുണയുണ്ട്. അതിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. 2, ഗവൺമെൻറ്റിൻ്റെയും മുന്നണിയുടെയും തീരുമാനമാണ് 1/1/1977 മുമ്പ് കൈവശ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുക. അത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ലിസ്റ്റ് തയ്യാറാക്കി
സുപ്രീം കോടതിയിൽ വരെ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പോയി അതെല്ലാം ക്ലിയർ ചെയ്ത 1/1/77 മുമ്പുള്ള കൈവശക്കാർക്കാണ് പട്ടയം കൊടുക്കുന്നത്. അതിനുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകണം. മെയ് മാസം മുതൽ അതിനുള്ള പട്ടയ വിതരണത്തിനുള്ള നടപടികൾ തുടരും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ടാറ്റയുടെ ഭൂമിയെ സംബന്ധിച്ച് ടാറ്റയ്ക്ക് 1974 ലാൻഡ് ബോർഡിൻ്റെ വിധി അനുസരിച്ച് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ അതിൽ നിന്ന് അധികമായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും ടാറ്റയുടെ കൈവശമുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുന്നതിനെ ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും അതിനെ എടുക്കണം. ടാറ്റയുടെ കയ്യിൽ അധിക ഭൂമി ഉണ്ടെങ്കിൽ എടുക്കണം. 74 ലാൻഡ് ബോർഡിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ ടാറ്റയുടെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ എടുക്കണം. അതിനാരെതിര് നിൽക്കുന്നു? അതിനാരും എതിര് നിൽക്കുന്നില്ല. പക്ഷേ ടാറ്റയുടെ പേര് പറഞ്ഞുകൊണ്ടും ടാറ്റയുടെ കൈവശം അധിക ഭൂമിയുണ്ട് എന്ന് ഗവൺമെൻറ്റിന് ഏരിയൽ സർവേ നടത്താം, അധിക ഭൂമി ഉണ്ടെങ്കിൽ തിരിച്ചറിയാം, അങ്ങനെ ഏതെങ്കിലും സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എടുക്കുന്നതിന് ഒന്നും തടസ്സമല്ല. ആ പേര് പറഞ്ഞുകൊണ്ട് മൂന്നാറിലെയും അവിടുത്തെ ആ 8 വില്ലേജുകളിലെയും അധിക ഭൂമി അനധികൃതമായി സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഴിപ്പിച്ചുകൊണ്ട് ആ ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് മൂന്നാറിലെ വിഷയങ്ങളിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നാൽ മൂന്നാറിലെ വിഷയത്തിൽ അടക്കം CPM-നും CPI-ക്കും വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള 2 അഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഇനിയും സംശയമൊന്നും ആവശ്യമില്ല. ഈ ചർച്ച മാത്രമല്ല, അതിന് നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങൾ തെളിവാണല്ലോ. ഇന്നിപ്പോൾ രണ്ടുപേരും ഇരു പാർട്ടികളും ഒന്നിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഉള്ള നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്ന സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നും ആ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് ഇനി അങ്ങോട്ട് കോൺഗ്രസുമായി ചേരുന്നത് RSS-നെയും BJP-യെയും മാത്രമാണ് ശക്തിപ്പെടുത്താൻ ഉതകുക എന്ന് കോടിയേരി ബാലകൃഷ്ണനും കോൺഗ്രസുമായിട്ടൊക്കെ ഐക്യമുണ്ടാക്കിയതിൻ്റെ ചരിത്രം എല്ലാവർക്കുമുണ്ട് എന്ന മട്ടിൽ കാനവും അതിന് ആ കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മൂന്നാറിലേതടക്കമുള്ള സംഘർഷങ്ങൾക്കകത്ത് ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സാധ്യതകൾ കൂടെ കാണുന്നത് അബദ്ധമാകുമോ? അത് സമയം അനൗചിത്യമായിട്ടുള്ള സമയത്തുള്ള ആലോചനകളായിരിക്കുമോ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഗതിമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബീഹാർ ഒഴിച്ച് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഘപരിവാർ ക്രമാനുഗതമായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇപ്പോൾ അവസാനം നടത്തിയിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ അടക്കം BJP-ക്കെതിരായിട്ട് നിന്ന് ആം ആദ്മി പാർട്ടിയെ അവർ തകർത്തരിപ്പണമാക്കി. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ സംഗതിയിൽ BJP-ക്കെതിരായിട്ട് സംഘപരിവാറിനെതിരായിട്ട് RSS-ന്റെ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങളെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ CPI എടുക്കുന്ന നിലപാടുമായിട്ട് CPM-ന് ഇപ്പോൾ വിയോജിപ്പ് ഉണ്ട്. അതാണ് കോടിയേരി പറഞ്ഞത് മനസ്സിലാവുന്നത്. പക്ഷെ ആ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കണം അടുത്ത 2019 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം ഒരു നിലപാട്? ഒരു വിശാലമായ ജനാധിപത്യ സഖ്യം ആവശ്യമാണോ, അല്ല പ്രാദേശികാടിസ്ഥാനത്തിൽ അതാത് സ്ഥലങ്ങളിലുള്ള സ്ഥിതിഗതികൾ നോക്കിക്കൊണ്ടുള്ള മുന്നണി സംവിധാനമാണോ വേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. CPI-ക്കെതിരായിട്ട് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് കോടിയേരി അങ്ങനെ ഉന്നയിച്ചോ എന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടി യോഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു ആരോപണം എന്ന നിലയിലല്ല, CPI എടുക്കുന്ന നിലപാടുകളിൽ കോൺഗ്രസുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു പുതിയ രാഷ്ട്രീയ സമീപനം വേണം എന്ന് CPIക്ക് അഭിപ്രായമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊരു പരിധിവരെ ശരിയുണ്ട്. കാരണം ഇന്ന് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് വിശാലമായ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘപരിവാര വിരുദ്ധ രാഷ്ട്രീയം പ്രസക്തമല്ല. കേരളത്തിലെ മാത്രം അന്തരീക്ഷം വെച്ചുകൊണ്ടാണ്, ഇവിടെ UDF ആണ് പ്രധാന എതിരാളി എന്നുള്ളത് കാണാണ് CPM അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. പക്ഷേ ദേശത്തിന്റെ മൊത്തത്തിലുള്ള പരിസ്ഥിതികൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടി എന്താ പറയുക, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ അപ്രോച്ചിലേക്ക് CPM ഒക്കെ പോകേണ്ടതായിട്ട് വരും. അത് ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത്. ശ്രീ S. രാജേന്ദ്രൻ, ഇന്ന് ഈ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ മൂന്നാറിലെ ഭൂപ്രശ്നം ഇടുക്കി ജില്ലയിലെ പൊതുഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തുടങ്ങുന്ന പാരഗ്രാഫിൽ ഇങ്ങോട്ട് അദ്ദേഹം 1961-ലും 63-ലും AKG പങ്കെടുത്തുള്ള സമരങ്ങൾ, 63-ൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 4000 കുടുംബങ്ങൾക്ക് 67-ലെ സർക്കാർ ഭൂമി നൽകിയത്, 69-70 കാലഘട്ടത്തിലെ മിച്ചഭൂമി സമരം, 77-ലെ മറ്റു സമരങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ട് ഇടുക്കിയിലെ പൊതുഭൂപ്രശ്നം, ഈ പറയുന്ന മൂന്നാറിലെ
ഭൂപ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള CPM-ന്റെ തന്നെ നേതൃത്വത്തിലുള്ള നടപടികളെയും സമരങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. താങ്കളൊക്കെ ജനപ്രതിനിധിയായിട്ടും കുറേ കൊല്ലമായിട്ട് അവിടെയുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ മുന്നോട്ട് വെച്ച ചില ചോദ്യം സ്വാഭാവികമായിട്ടും വീണ്ടും ആവർത്തിക്കാൻ തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലിയ രൂക്ഷമായ ഭൂപ്രശ്നം, കയ്യേറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെപ്പോലെ വർഷങ്ങളായിട്ട് ജനപ്രതിനിധിയായിട്ട് അവിടെ നിന്നും നിയമസഭയിലെത്തുന്ന ആളുകൾ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള സൊല്യൂഷനിലേക്കും കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കാതെ പോയത്? ഓരോ നാട്ടിലും 5 വർഷം മാത്രം MLA സ്ഥാനം കിട്ടുന്ന ആളുകൾ അതാത് നാടുകൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെയുള്ള ഭൂപ്രശ്നത്തെ നിരന്തരമായിട്ട് നിലനിർത്തുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനാകാതെ പോയ താങ്കളൊക്കെ വലിയ പരാജയമാണ് MLA എന്ന നിലയിൽ എന്നല്ലേ പുറത്തു നിൽക്കുന്ന ഞങ്ങളൊക്കെ വിലയിരുത്തേണ്ടത്? ചോദ്യം വളരെ പ്രസക്തമാണ്. ചോദ്യത്തിൽ ഇപ്പോൾ ചോദിച്ച അവസാനത്തെ വാക്ക് ഒളിവാക്കേണ്ടതാണ്. അതായത് പരാജയമാണോ ഇല്ലയോ എന്ന് അകലെ നിന്നുകൊണ്ട് കണ്ടാൽ അതിന് മറുപടി പറയാൻ ആവില്ല. എന്താണ് ഇവിടെ ഈ ഹാരിസ് പറഞ്ഞ കാര്യത്തിൽ രണ്ട് കാര്യത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. ഒന്ന്, പരിതസ്ഥിതി എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ ആരും എതിരല്ല. 2, കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് എത്തിച്ചേരണം എന്നുള്ളത് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയിൽ രണ്ടാമതൊരു ഹൈക്കോടതി വിധി കൊടുത്തു മൂന്നാരെ സംബന്ധിച്ച്. അത് LA പട്ടയത്തിൽ വരുന്നത് അത് കേരള സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കോസ്റ്റൽ സോണും വെസ്റ്റേൺ ഘട്ടും അതുപോലെ സംരക്ഷിക്കപ്പെടേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇത് മൂന്നാറിൽ മാത്രം കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ അങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ഇന്നത്തെ ആ ലേഖനവുമായി ബന്ധപ്പെട്ട് 1977 മുതൽ ഇങ്ങോട്ട് 2017 വരെ 16 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 77 ദേവസ്യ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ലാൻഡ് ബോർഡ് അവാർഡ് തുടങ്ങി ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടുള്ളത് എല്ലാം പ്രിൻസിപ്പൽ പോളിസി എന്ന് പറയുന്നത് നിവേദ ഭീകരൻ റിപ്പോർട്ട് മുതൽ കോടതി വിധിയും അവസാന സബ് കളക്ടറും ലാൻഡ് ബോർഡ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് വരെ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിലാണ് ഈ പറഞ്ഞ EFL, ES ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇതിൽ താങ്കൾ ചോദിച്ച ഒരു കാര്യത്തിൽ നേരത്തെ VS കാലഘട്ടത്തിൽ വന്ന ഈ പ്രശ്നം ഒരു സന്ദേശം അപ്പോഴാണ് വളരെ പ്രധാനമായി നൽകുന്നതിൻ്റെ ആദ്യത്തെ പീരീഡ്. ആ പീരീഡിൽ വന്ന് ആ ഒരു സന്ദേശം കയ്യേറ്റത്തിന് എതിരാണെന്നുള്ളത്. ആ കയ്യേറ്റം എതിരാണ് ശക്തിയായി നിലനിൽക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങൾ നിന്നു, നിലപാട് സ്വീകരിച്ചു. കുറച്ച് പേർക്ക് വീട് വെക്കാൻ സ്ഥലവും കൊടുത്തു. അതിനെ തുടർന്നാണ് കോടിയേരി ഒരു ട്രിബ്യൂണൽ കൊണ്ടുവന്നു. ആ ട്രിബ്യൂണൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അട്ടിമറിക്കപ്പെട്ടു. അതായത് തർക്കഭൂമി ഗവൺമെൻറ്റിനും വ്യക്തികൾക്കും തമ്മിലുള്ളത് 1/1/77 മുമ്പ് ഇവിടെ ഹാരിസ് പറഞ്ഞതുപോലെ അവർ കുടിയേറ്റക്കാരാണോ കയ്യേറ്റക്കാരാണോ എന്ന് തിരിച്ചറിയുവാൻ ആ മുഴുവൻ പ്രശ്നവും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം അട്ടിമറിക്കപ്പെട്ടു. 4 സബ്മിഷൻ വെച്ചു. ഞാൻ ഇന്ന പ്രശ്നത്തിന് വേണ്ടി അതിന് വന്നത് നമുക്കിങ്ങനെ ഒഴിവാക്കപ്പെട്ടത്. അപ്പം കോടിയേരിയുടെ കാലത്ത് ഈ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് അന്ന് KP രാജേന്ദ്രൻ സഹ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ആ പ്രശ്നം വന്നത്. തുടർന്ന് ഒരു ഓർഡിനൻസും കൊണ്ടുവന്നു മൂന്നാറിലേക്ക് പ്രത്യേകമായി നിയമമുണ്ടാക്കാൻ. ഇങ്ങനെ 2 എണ്ണം കൊണ്ടുവന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ അട്ടിമറിക്കപ്പെട്ടു. ആ അട്ടിമറിക്കപ്പെട്ടതിൽ എനിക്ക് സഭയ്ക്കകത്ത് ചോദ്യം വെക്കാനും സബ്മിഷൻ വെക്കാനും പറ്റി എന്നുള്ളതല്ലാതെ അതിൻ്റെ മേളിലേക്ക് മറ്റൊരു വിഷയങ്ങൾ വന്നില്ല. അതിനകത്ത് വന്ന മറുപടിയെ പറഞ്ഞാൽ മറ്റ് കലാപങ്ങൾ ഉണ്ടാക്കത്തക്ക നിലയിലാണ് വന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഹാരിസും മറ്റു ഒരു കാര്യത്തിൽ കൂടെ വിശദീകരണം വേണം. ഒരെണ്ണം കൂടി പറയൂ എന്നാ. ഒറ്റ കാര്യത്തിൽ, അതായത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ അതായത് 1.5 മാസത്തിന് മുമ്പ് നിയമസഭ നടന്നതിൽ എൻ്റെ ഒരു കോളിംഗ് അറ്റൻഷൻ 2 സബ്മിഷൻ വന്നിരുന്നു. ഒരു കാര്യം കേൾക്കാമോ ശ്രീ എസ് രാജേന്ദ്രൻ? അതായത് ഈ പാപ്പാത്തി ചോലയിലെ കുരിശിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച് ഈ സ്പിരിറ്റ് ഓഫ് ജീസസുകാർ പറഞ്ഞൊരു കാര്യം, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ഈ മരിയ സൂസെ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ കൈവശം എത്രയോ വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ തലമുറകളായി കൈമാറി വന്ന ഭൂമിയാണ് എന്നാണ്. സ്വാഭാവികമായിട്ടും അത് ഈ 1977 മുമ്പുള്ള കുടിയേറ്റമായിട്ടാണല്ലോ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഈ കൊടുക്കുന്ന പട്ടയത്തിൽ അല്ലെങ്കിൽ ഭൂരേഖകൾ നൽകണം, അത് നിയമപരമാക്കണം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഈ മരിയ സൂസയ്ക്ക് ഉള്ള സ്ഥലം കൂടെ ഉണ്ടാകുമോ? അതായത് അദ്ദേഹം അത് സംബന്ധിച്ച് 2 വർഷവും ഈ രേഖ ശരിയാക്കി തരണമെന്നാവശ്യപ്പെട്ട് ആവശ്യം ഉന്നയിച്ച് പരാതി നൽകിയിട്ടുള്ളയാളാണ്. ഈ പാപ്പാത്തി ചോലയിലെ ഭൂമി മരിയ സൂസയ്ക്ക് ഉള്ളതാണോ, അർഹതപ്പെട്ടതാണോ?
അക്കാര്യത്തിൽ ഈ പറഞ്ഞ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിൽ ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ പറഞ്ഞ 64 ഒരു തോട്ടം തൊഴിലാളിയുടെ ഷെഡാണ്. 2, ഇവർ പറഞ്ഞ കുറിസ് ഞാൻ ഈ ദുഃഖവെള്ളിക്ക് മേളിൽ കയറി പോകാവുന്ന അതിൻ്റെ വിശ്വാസികൾ കയറിപ്പോകുന്നതിന് ആ നിലയിൽ കാണുന്ന കുറിസായിട്ടാണ്. ആ മേഖല മുഴുവനും ഒരാളുടെ വ്യക്തിക്കാണ് എന്നുള്ള ആ അഭിപ്രായം എനിക്കില്ല. ആ ഭൂമി സർക്കാർ വക ഭൂമി എന്നുണ്ടെങ്കിൽ ആ സർക്കാർ വക ഭൂമി ഈ സഭക്കാരുടെയാണ് എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ട കാര്യമില്ല. എൻ്റെ ബലമായ ഒരു വിഷയം അതാണ്. സർക്കാർ വക ഭൂമി അത് വേറൊരാളുടെയാണെന്ന് സ്ഥാപിച്ചുള്ള ഒരു പ്രചരണത്തിലോട്ട് പോകരുത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. നമ്മൾ രണ്ടുപേരും ചിന്തിക്കുമ്പോൾ, രണ്ടുപേരും ഒരു അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭൂമി ആ മറ്റൊരാളുടെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് പോകേണ്ട ഒരു കാര്യത്തിലേക്കും കിടക്കുന്നില്ല. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞല്ലോ 77. ആ 77 ഞങ്ങൾ പറയുന്ന 2 വിഷയം കുടിയേറ്റം കയ്യേറ്റത്തിന് വ്യത്യാസം എന്താ? ഇപ്പോൾ ഞാൻ 4ാമത്തെ ജനറേഷനാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലഘട്ടം മുതൽ ഇവിടെ ഞങ്ങൾ തോട്ടം തൊഴിലാളികളായിട്ട് വന്ന ആളുകളാണ്. 77-ന് ശേഷം ഞാൻ താമസിക്കുന്ന ആളിൽ എൻ്റെ ജനറേഷനും എൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ ആളുകൾ ഞങ്ങളെല്ലാം കയ്യേറ്റക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന വിഷമവും ബുദ്ധിമുട്ടും ഇന്നത്തെ തലമുറകളായ ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ കയ്യേറ്റത്തിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിഷമം. മറ്റൊന്ന്, ഒരാളും കയ്യേറാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൽ ബിനോയ് വിശ്വവും KP രാജേന്ദ്രനും നിശ്ചയിച്ചതിന് ശേഷം ഈ ഗവൺമെൻറ് വന്ന ഉടനെ ഞാൻ DDCയിൽ കണക്കെടുത്തു. എത്ര പുതിയ ബിൽഡിംഗ് നമ്പർ വന്നു, അത് ഏതൊക്കെ വന്നു. ദൗത്യസേന ഉണ്ടായല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് ഇങ്ങനെ വരാൻ കാര്യം? അത് DDC പരിശോധിച്ചാലും അറിയാം. അപ്പം ഞങ്ങൾ വെറുതെ ഇരുന്ന ആളുകളല്ല, മറിച്ച് അതേ സമയത്തിൽ ഇത് തീരണം എന്ന് വിചാരിക്കുമ്പോഴും എന്തുകൊണ്ട് അളവ് തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല? അതാ ഞാൻ പറഞ്ഞത്. പ്രശ്നങ്ങൾ സങ്കീർണമാണ്. അത് ഈ പറയുന്ന ഈ തലമുറകളായി 3 തലമുറകളായി കൈമാറി കിട്ടിയ 8 സെന്റിലാണ് രാജേന്ദ്രൻ വീട് വെച്ച് താമസിക്കുന്നത്. എന്നിട്ടാണ് 3 തവണ അദ്ദേഹത്തിനെതിരെ അസത്യപ്രചരണം നടന്നതെന്നൊക്കെ ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ മൂന്നാറിൽ എസ് രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, CPM-കാർ അവിടുത്തെ നിലവിലുള്ള യാഥാർത്ഥ്യത്തെ, അതൊരു പക്ഷേ നിയമപരമായിട്ട് ചേരുന്നതായിരിക്കണമെന്നില്ല, ശരിയായിരിക്കണമെന്നില്ല, പക്ഷേ ആ യാഥാർത്ഥ്യത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് അതിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ CPI അക്കാര്യങ്ങൾ നോക്കാതെ CPM-നെ ആക്രമിക്കാനുള്ള, അല്ലെങ്കിൽ CPM-നെ ഇങ്ങോട്ട് നിർത്തി ഞങ്ങൾ കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് എന്നൊരു നില പിടിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നു എന്ന ആക്ഷേപമുണ്ട് CPM-ന്. ഒപ്പം നിങ്ങൾക്ക് ഈ കോൺഗ്രസിനോടൊന്ന് അടുത്ത് കളയാം എന്നൊരു തോന്നൽ കൂടെ, അതിനുള്ള വളരെ മുന്നോട്ടുള്ള ഒരു നിലപാട് തറയൊരുക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളും ആ പാർട്ടിക്കകത്തുണ്ട്. അവർ ഈ സങ്കീർണമായിട്ടുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിശദീകരിച്ച് തളരുമ്പോൾ നിങ്ങളങ്ങനെ സങ്കീർണതയോ യാഥാർത്ഥ്യത്തെയോ നോക്കാതെ നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മുന്നിൽ ഇങ്ങനെ വളരെ ശക്തമായ നിലപാടെടുത്തായി തോന്നലുണ്ടാക്കുന്നു എന്നൊരാക്ഷേപം ഞാൻ ഉന്നയിച്ചാൽ താങ്കൾ എങ്ങനെയാണ് മറുപടി നൽകുക? ഞാനിപ്പോൾ ഈ 2 വിഷയങ്ങൾക്ക് മറുപടി പറയണം. ഒന്ന്, മൂന്നാറിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട്. 2, രാഷ്ട്രീയമായ ഒരു കാര്യം. ഈ 2 മറുപടി പറയുന്നതിന് ഉള്ള സമയം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. മൂന്നാറിലെ കാര്യത്തിൽ ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. രാജേന്ദ്രൻ പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ട് പറയുകയാണ്. മൂന്നാറിലെ ജനങ്ങൾ കയ്യേറ്റക്കാരല്ല. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മൂന്നാറിലെ ആളുകൾ കയ്യേറ്റക്കാരല്ല. അവിടെ 2, 3, 4 തലമുറയായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. മൂന്നാറിലെ മഹാഭൂരിപക്ഷവും പാവപ്പെട്ട തോട്ടം തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടുന്നത് ഭൂമിയല്ല, അവർക്ക് വേണ്ടുന്നത് ഏറ്റവും നല്ലതുപോലെ അവരുടെ കൂലിയും ജീവിത നിലവാരം മെച്ചപ്പെട്ട നിലയിലേക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ്. അവരുടെ ഡിപ്പെൻഡൻസായി വരുന്ന കുറച്ചാളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട അവിടെ തൊഴിലില്ലാത്ത കുറച്ചാളുകൾ, അവർക്ക് അത്യാവശ്യം ഉപജീവനത്തിന് വേണ്ടി താമസിക്കാനുള്ള വീടിന് വേണ്ടിയും കച്ചവടം നടത്തുന്നതിന് വേണ്ടിയും ഒക്കെ കുറച്ച് സ്ഥലങ്ങൾ അവരുടെ കൈവശമുണ്ടാവും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അവിടെ കയ്യേറി റിസോർട്ട് വെച്ചിട്ടുള്ളത് അതുപോലും മൂന്നാർ പഞ്ചായത്തിൽ വളരെ കുറവായിരിക്കും. മൂന്നാർ പഞ്ചായത്തിലല്ല, തൊട്ടടുത്തുള്ള ചിന്നക്കരാലുൾപ്പെടെ ബൈസൺ വാലി ഉൾപ്പെടെ വട്ടവട തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ, അവിടെ പള്ളിവാസൽ തുടങ്ങിയുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഹോട്ടലുകൾ ഉണ്ടായത്. അതെല്ലാം മൂന്നാറിന് വെളിയിൽ നിന്ന് വരുന്ന, മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന കയ്യേറ്റക്കാരാണ് അവിടെ ഈ ഭൂമി കൈവശപ്പെടുത്തുകയും വമ്പൻ റിസോർട്ടുകൾ പണിഞ്ഞ് മൂന്നാറിൻ്റെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അത്തരം ആളുകളെയാണ്. ആ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം, LDFിൻ്റെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIM-ഉം പറയുന്നത് അതാണ്. അതുകൊണ്ട് CPI-യും CPM-ഉം തമ്മിൽ ഈ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മറ്റൊന്ന്, രാഷ്ട്രീയമായി ഞങ്ങൾ കോൺഗ്രസുമായി ഏതാണ്ട് അടുക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം എങ്ങനെയോ ബോധപൂർവം ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ
1-2 ദിവസങ്ങളായി പ്രചരിപ്പിക്കുന്നു. ഞാനതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ ദേശീയ എക്സിക്യൂട്ടീവിൽ, അതുപോലെ തന്നെ ദേശീയ കൗൺസിൽ, മറ്റുള്ളവർക്ക് സാവിനുൾപ്പെടെ അറിയാമെന്ന് ഞാൻ, രാജേന്ദ്രനുൾപ്പെടെ സനീഷിനുൾപ്പെടെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒഴിച്ച്, ആ ഒരു ദ്വീപ സമൂഹത്തിൽ നിന്നൊഴിച്ച് ബാക്കി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും പാർട്ടി ഘടകങ്ങളുടെ പ്രതിനിധികളായി ദേശീയ കൗൺസിൽ അംഗങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ആണ് ഞങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള 125 പേർ. ആ യോഗം കൂടുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഫാസിസം വളർന്നിരിക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് വടക്കേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും BJPയുടെ പിടിയിലായി. ആസാം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു, ബംഗാൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു, ഒറീസ അവർ ഭരണം പിടിക്കാൻ പോകുന്നു. ആ നിലയിലേക്ക് നീക്കം നടത്തുമ്പോൾ ഇന്ത്യയിലെ ഫാസിസം നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയല്ല, അകത്ത് കയറിക്കഴിഞ്ഞു. ഇങ്ങനൊരു സന്ദർഭത്തിൽ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, അത് കേവലം ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു രാഷ്ട്രീയ മുന്നണിയല്ല. അങ്ങനൊരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചുള്ള ചർച്ച ഫാസിസത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലും വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നണിയെ ഒരു കാരണവശാലും ബാധിക്കുന്ന നിലയിലേക്ക് അല്ല ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയ മുന്നണി, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മുന്നണിയുടെ ഘടന അതിനെ ഒന്നും ബാധിക്കുന്ന നിലയിലല്ല. പക്ഷേ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് ശക്തികളെ അവർ കൂടുതൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിനെ തടയാനുള്ള ഒരു മുന്നണി എന്നുള്ള നിലയിലാണ് അതിനെ കണ്ടത്. ശ്രീ ഹരീഷ് വാസുദേവൻ, രാഷ്ട്രീയമായിട്ട് ഉള്ള പലതരം, ഒരു തരത്തിലും കയ്യേറ്റവുമായിട്ടൊന്നും ബന്ധമില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളടക്കം ഉൾപ്പെട്ട് സങ്കീർണമാക്കിയതാണ് മൂന്നാർ എന്ന കാര്യത്തിൽ താങ്കൾക്കും ഒട്ടും സംശയം ഉണ്ടാകാനിടയില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കകത്തുപെട്ട് എല്ലാ കാലത്തും എന്ന പോലെ എത്രയോ കാലമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാതെ നിൽക്കുകയാണ്. എല്ലാ കാലത്തും എന്നതുപോലെ ഇതിങ്ങനെ അങ്ങ് പോകുമെന്ന് കണക്കാക്കേണ്ടതുണ്ടോ? ആവർത്തിച്ച് CPM അടക്കമുള്ള സർക്കാർ ഭാഗം ഞങ്ങൾ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ? സനീഷ്, നമുക്കറിയാം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി മൂന്നാറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് സസൂക്ഷ്മം വീക്ഷിക്കുകയും 2010 മുതൽ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി കേസുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മൂന്നാറിൽ നടക്കുന്ന എന്താണെന്ന്, മൂന്നാർ എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് മൂന്നാർ ടൗണിനെ പറ്റിയാണ്. അല്ല, 8ലധികം വില്ലേജുകൾ വരുന്ന ഒരു പ്രദേശത്തെ, മൂന്നാർ ട്രൈബ്യൂണലിൻ്റെ കീഴിൽ വരുന്ന ചിന്നക്കനാൽ, നേരത്തെ ബൈസൺ വാലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പ്രദേശങ്ങൾ മുഴുവൻ മൂന്നാർ ട്രൈബ്യൂണലിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമായതുകൊണ്ട് ആ മൊത്തം പ്രദേശത്തെ, പ്രത്യേകിച്ച് ഏലമലക്കാടുകൾ, അതിന് തൊട്ടടുത്തുള്ള കാടമുഹിൽ റിസർവിന്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമി പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ ഭൂമി പ്രശ്നം? ആ ഭൂമി പ്രശ്നം അതിൻ്റെ മുഴുവൻ ലീഗൽ സ്റ്റാറ്റസ് വനഭൂമിയാണ് എന്നുള്ളതാണ്. കണ്ണൻദേവൻ ഹിൽ വില്ലേജ് എടുത്താലും CHR എടുത്താലും അതിൻ്റെ മുഴുവൻ ലീഗൽ സ്റ്റാറ്റസ് വനമാണ് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സമ്മതിച്ചിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ. അതിൽ നിന്ന് 13,000-ഓളം ഹെക്ടർ സ്ഥലം, 50,000 ഏക്കർ സ്ഥലം 1977 വരെ ഭൂമി ഈ കുടിയേറിയ ആളുകൾക്ക് പതിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ തീരുമാനിച്ചു. ആ സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നു. അതിനുള്ള ലിസ്റ്റ് നേരത്തെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ജോയിന്റ് വെരിഫിക്കേഷൻ, റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിന്റെ ഫലമാണ്. ആ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് ഇവിടെ ആരും തടസ്സമല്ല. പക്ഷെ അത് കൊടുക്കുക എന്ന വളരെ എളുപ്പം നടത്താൻ കഴിയുന്ന ഒരു ശ്രമത്തെ ഒരു മുഖ്യമന്ത്രിയോ ക്യാബിനറ്റോ 3-4 സർക്കാരുകളോ ഒന്നും ആവശ്യമില്ല. കൃത്യനിഷ്ഠതയുള്ള, ആത്മാർത്ഥതയുള്ള ഭരണകൂടം വിചാരിച്ചാൽ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ തീർക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ ഇത്രയധികം വളച്ചൊടിക്കുന്നത് 5,000 കോടി രൂപയോളം മുതൽ മുടക്കിയിരിക്കുന്ന ഒരു ഇല്ലീഗൽ ടൂറിസം ഇൻഡസ്ട്രി മൂന്നാറിൽ പ്രവർത്തിക്കുന്നു. അത് മൂന്നാറിൽ ടൗണിൽ മാത്രമല്ല, ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം റിസോർട്ട് കൂണുപോലെ മുളച്ചു പോകുന്നത് നിങ്ങൾ ഗൂഗിൾ എർത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 5-8 വർഷക്കാലം കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവരാണ് മുതിരപ്പുഴയാറിലേക്ക് അവരുടെ മലം ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളുന്നത്. ഇവരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അവരെ തൊടാൻ ധൈര്യം ഈ സർക്കാരിന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിസംബറിൽ പുറപ്പെടുവിച്ച വിജ്ഞാപന ഉത്തരവിൽ പറയുന്നത് ഈ റിസോർട്ട് ഭൂമികൾ ഏറ്റെടുക്കണമെന്നാണ്. നാളിതുവരെ ഒരെണ്ണമെങ്കിലും, ഏപ്രിൽ മാസം അവസാനമാണ് നമ്മൾ നിൽക്കുന്നത്, 4 മാസത്തിനിടയിൽ ഒരു റിസോർട്ടെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെന്ന്. അതാണ്. വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. ശ്രീ NP ചേക്കുട്ടി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. ഈ പറയുന്ന നിയമം, നീതി, ഉദ്യോഗസ്ഥരുടെ മനോവീര്യം, ഇതൊക്കെ ചേരുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന
ഒരു പ്രശ്നമെന്ന് പുറത്തു നിൽക്കുന്ന നമുക്കെല്ലാം തോന്നുന്നുണ്ട്. പുറത്തു നിൽക്കുന്നതല്ല, ഹരീഷ് വാസുദേവൻ അതിൻ്റെ കേസ് നടപടികളിലൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തിന് പോലും അത് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ നടത്തിയ പരാമർശം കയ്യേറ്റക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ട് എന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ പ്രശ്നത്തിൽ പക്ഷേ CPM-ഉം CPI-യും രണ്ട് നിലപാടുകളുമായിട്ട് രണ്ട് വശത്ത് നിൽക്കുമ്പോൾ CPM-നെക്കാൾ കൂടുതൽ CPI പറയുന്നതാണ് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന തോന്നലുണ്ടാകുമ്പോൾ പോലും CPM എന്തുകൊണ്ടാകണം അവരുടെ നിലപാട് ഇങ്ങനെ കർക്കശമായിട്ട് പിടിച്ചു നിർത്തുന്നത്? പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വളരെ ആത്മവിശ്വാസത്തോടെയും ഉറപ്പായിട്ടും പറയുന്നത് പോലെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്നത് യാഥാർത്ഥ്യമാവുക എന്നതുണ്ടാകുമോ ഈ സർക്കാരിൻ്റെ കാലത്ത്? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർ കയ്യേറ്റക്കാരുടെ കൂടെയാണ്, അവർ കടന്നാക്രമണക്കാരുടെ കൂടെയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ് ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. 57 മുതൽ കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനുവേണ്ടി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആയാലും ശരി CPI ആയാലും ശരി അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ലാത്ത ഒരു നിലപാടാണ്, കയ്യേറ്റക്കാർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന നിലപാട് സ്വീകാര്യമല്ല. പക്ഷേ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഈ ചർച്ചയിൽ തന്നെ അറിയാം, വളരെയേറെ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കലിൻ്റെ പ്രശ്നമാണ്. അതിന് മുൻകൈ കൊടുക്കണം എന്ന് CPM-ന്റെ നിലപാട് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പോൾ അതിനകത്ത് മറ്റ് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുകയാണ്. ഇതൊക്കെയാണെങ്കിൽ ശരി, ഇടതുപക്ഷത്തിൻ്റെ ഒരു താല്പര്യം എന്ന നിലയിൽ, ഇടതുപക്ഷത്തിൻ്റെ പാരമ്പര്യം എന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സമവായം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രണ്ട് പാർട്ടികളും ഈ വിഷയത്തിൽ എന്തായാലും തെറ്റിപ്പിരിയാൻ പോണില്ല. വളരെ വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി, ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ പ്രകാശ് ബാബു, ശ്രീ S രാജേന്ദ്രൻ MLA ഞങ്ങളുടെ സ്റ്റുഡിയോകളിലെത്തി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.